ഒ സദാശിവൻ കോഴിക്കോട് മേയറാകും. തടബാറ്റ് താഴം വാർഡിൽ നിന്ന് ജയിച്ച സദാശിവൻ നിലവിൽ കോർപ്പറേഷൻ കൌൺസിൽ പാർട്ടി ലീഡറും CPM വേങ്ങേരി ഏരിയ കമ്മിറ്റി അംഗവുമാണ്. ഡോക്ടർ എസ് ജയശ്രീ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും മത്സരിക്കും. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി ഒ സദാശിവനും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി ഡോക്ടർ എസ് ജയശ്രീ മത്സരിക്കും. സർവ്വവർഗീയ ശക്തികളും ഒത്തുചേർന്നുകൊണ്ടുള്ള പ്രചണ്ഡമായ വലതുപക്ഷ പ്രചാരവേലകളെ അതിജീവിച്ചുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മേൽക്കൈ നേടിയത് സംസ്ഥാന സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ്. തെറ്റായ പ്രചാരവേളയെ അതിജീവിച്ചുകൊണ്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ വിജയം ജില്ലയിൽ മൊത്തമായി പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അടിത്തറ തകർന്നിട്ടില്ല എന്ന് കണക്കുകൾ പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, ആർക്കൊക്കെയാണ് സ്ഥാനങ്ങൾ? തടമ്പാട് താഴത്ത് വാർഡിൽ നിന്ന് വിജയിച്ച ഒ സദാശിവനെയാണ് കോഴിക്കോട് മേയറാക്കാൻ LDF തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയം പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മളിപ്പം ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹം വേങ്ങേരി CPMന്റെ വേങ്ങേരി ഏരിയ കമ്മിറ്റി അംഗവും നിലവിൽ 2 തവണ കൗൺസിലറായിരുന്ന അദ്ദേഹമാണ്. ഇപ്പോൾ LDFന്റെ CPMന്റെ പാർട്ടി കൗൺസിൽ നേതാവ് കൂടിയാണ് ഒ സദാശിവൻ. അദ്ദേഹത്തെ മേയറാക്കാനും ഡോക്ടർ എസ് ജയശ്രീ മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ജയശ്രീ ഡെപ്യൂട്ടി മേയറാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടുപേരും മത്സരിക്കും. അദ്ദേഹം തടമ്പാട് താഴത്തു നിന്നാണ് ഒ സദാശിവൻ വിജയിച്ചത്. അതോടൊപ്പം തന്നെ കോട്ടുള്ളിൽ നിന്നാണ് ഡോക്ടർ എസ് ജയിച്ചത്. ഇപ്പോൾ ഒ സദാശിവൻ മാധ്യമങ്ങളോട് സംസാരിക്കും. മേയറാക്കാൻ അപ്രതീക്ഷിതമായിട്ടാണ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അല്പസമയത്തിന് തന്നെ സംസാരിക്കും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറാവാൻ ഒരുപക്ഷെ നേരത്തെ കരുതിയത് മുസാഫർ അഹമ്മദായിരുന്നു. അദ്ദേഹം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പുതിയൊരു പേരിലേക്ക് എത്തിയത്. എന്തായാലും തടമ്പാട്ട് താഴത്ത് വിജയിച്ച ഒ സദാശിവനെയാണ് മേയറാക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹം നിലവിൽ CPMന്റെ വേങ്ങേരി ഏരിയ കമ്മിറ്റി അംഗമാണ്. അതോടൊപ്പം തന്നെ തുടർച്ചയായി 2 തവണയായി കൗൺസിലറായതാണ്. അദ്ദേഹം സംസാരിക്കുകയാണ്. വളരെ അപ്രതീക്ഷിതമാണ് എന്നെ മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനുള്ള പാർട്ടി തീരുമാനം ഞാൻ കേട്ടത്. അപ്പം എൻ്റെ പാർട്ടിയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എന്നിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം, എൻ്റെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും 3 തവണ മൂന്നാമത്തെ തവണയാണ്. 2 തവണ നേരത്തെ ധനകാര്യ കമ്മിറ്റിയിൽ ബഹുമാനപ്പെട്ട അന്നത്തെ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫിൻ്റെയും തുടർന്ന് നമ്മുടെ ഡെപ്യൂട്ടി മേയർ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന CP മുസാഫറിൻ്റെയും കമ്മിറ്റിയിൽ 2 തവണ പ്രവർത്തിക്കുകയുണ്ടായി. ആ അനുഭവം, ധനകാര്യ കമ്മിറ്റിയിൽ 10 കൊല്ലം പ്രവർത്തിച്ച അനുഭവമാണ് എനിക്ക് ഈ പ്രവർത്തനം ചുമതല ഏറ്റെടുക്കുന്നതിന് ധൈര്യം നൽകുന്നത്. ഇല്ല, പുതിയ സാഹചര്യമാണ്, അത് സംശയമില്ല. മുമ്പ് കാലത്ത് കോഴിക്കോട് കോർപ്പറേഷനിൽ നേരിട്ടിട്ടില്ലാത്ത പുതിയ സാഹചര്യത്തിലാണ് ഈ തവണ കൗൺസിൽ മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ പഴയതായ കുറേയേറെ ആളുകൾ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കോഴിക്കോട് നഗരത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ മറ്റാർക്കും ഏക അഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത്തരം അഭിപ്രായങ്ങൾ, നഗരസഭയുടെ കാര്യങ്ങൾ, ജനങ്ങളുടെ താല്പര്യങ്ങൾ മുൻനിർത്തി എല്ലാവരുടെയും സഹകരണം ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു വലിയ പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. തീർച്ചയായും അവരെ കൂട്ടിയോജിപ്പിക്കാനും ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, തീർച്ചയായും അതിലൊരു സമവായത്തിനുള്ള ശ്രമം നടത്തണം. അത് തന്നെയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ പരമാവധി ലഘൂകരിക്കുക എന്നുള്ളതിൽ മുൻകൈ എടുക്കും. അങ്ങനെ ആ ഒരു വിഷയത്തിൽ മാത്രമല്ല, മറ്റെല്ലാ വിഷയങ്ങളിലും അങ്ങനെ ഒരു സമവായത്തിനുള്ളൊരു സാധ്യത ആരാഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കും. അതാണ്. വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ അവരുമായിട്ട് ചർച്ച ചെയ്തൊരു സമവായത്തിൽ തീർച്ചയായിട്ടും ചർച്ച ഇനിയും വേണം. അതുകൊണ്ട് മാത്രമായില്ലേ, ഇനിയും ചർച്ച നടത്തേണ്ടതുണ്ട്. ആ ചർച്ചയിലൂടെ മാത്രമേ അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ. എന്തായിരുന്നാലും അതിലൊരു നല്ല തരത്തിലുള്ളൊരു സമവായം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടി സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. ശരി.
തീർച്ചയായും പിന്നെ സദാശിവനാണ് സംസാരിച്ചത്. എന്തായാലും പുതിയൊരു സാഹചര്യമാണ്. കാരണം CPM LDF സംബന്ധിച്ചോളം വലിയ ഭൂരിപക്ഷമല്ല, നേരിയ ഭൂരിപക്ഷമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സമവായത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. പാളയം മാർക്കറ്റ് ഉൾപ്പെടെ, പാളയം മാർക്കറ്റ് നിർമ്മാണം പൂർത്തിയായെങ്കിലും പൂർണ്ണമായും കടക്കാരൊന്നും അങ്ങോട്ട് മാറിയിട്ടില്ല, മാർക്കറ്റിലെ ജീവനക്കാരും മറ്റൊന്നും മാറിയിട്ടില്ല. അതുൾപ്പെടെ ചർച്ചകളിലൂടെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. എന്തായാലും സമവായത്തിന്റെ വഴിയിലൂടെ വികസന പ്രവർത്തനങ്ങൾ തുടരുക എന്നതായിരിക്കും തന്റെ ദൗത്യം എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് നിയുക്ത മേയർ സ്ഥാനാർത്ഥി O സദാശിവൻ. എന്തായാലും ഡെപ്യൂട്ടി മേയറായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ജയശ്രീ കൂടി ചുമതലയെടുക്കുന്ന കാര്യമാണ് LDF കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്.